കപ്പ ബിരിയാണിയാണ് ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ കപ്പയും ബീഫുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബീഫിന് പകരം ചിക്കൻ വേണമെങ്കിൽ ചിക്കനിലും ചെയ്യാവുന്നതാണ്. സെയിം രീതിയിൽ തന്നെ ചെയ്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട്. ആദ്യം ചെയ്യേണ്ടത് ബീഫിനെ വേവിച്ചെടുക്കുകയാണ്. ബീഫിനെ വേവിക്കാനായിട്ട് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, അര ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 3 വിസിലൊക്കെ വരുമ്പോഴത്തേന് ബീഫ് റെഡിയായി കിട്ടും. ചില ബീഫിന് അത്യാവശ്യം വേവുണ്ട്, അതിനനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കണം. ഈ ബീഫ് പെട്ടെന്ന് റെഡിയായി കിട്ടുന്ന ഒരു ബീഫാണ്. ഇനി കപ്പ വേവിച്ചെടുക്കാനായിട്ടൊരു കുക്കറിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കപ്പ മുറിച്ചതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത്. തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടുന്ന ഒരു കപ്പയാണിത്. ചില കപ്പയ്ക്കെല്ലാം വേവുണ്ട്. കപ്പ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെല്ലാം ഒന്ന് ഉടച്ചെടുക്കണം. ഒത്തിരി അങ്ങോട്ട് ഉടച്ച് പേസ്റ്റാക്കി കളയരുത്. ഒരു പകുതിയോളം ഉടച്ചിട്ടുള്ള പരുവത്തിലും പകുതിയോളം ഉടയ്ക്കാത്ത പരുവത്തിലും വേണം എടുക്കാനായിട്ട്. ഒത്തിരി ഉടച്ചു കഴിഞ്ഞാൽ പേസ്റ്റ് രൂപത്തിലായി പോവും. അടുത്ത ബീഫ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഒരു 1.5 ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഒത്തിരി ഉള്ളി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് റെഡിയായി വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കറിവേപ്പിലയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു അര തക്കാളിയോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി വെന്ത് റെഡിയായി വരുമ്പോൾ കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ കളറാവുന്നവർക്കും ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അല്ലെങ്കിൽ കപ്പ ബിരിയാണിക്ക് കളറ് കിട്ടില്ല. കപ്പ ബിരിയാണിക്ക് നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കണം. ബീഫ് റെഡിയായി വന്നിട്ടുണ്ട്. അതുകൂടി ഒഴിച്ചു കൊടുക്കുക. നല്ല പോലെ വേവിച്ച് തന്നെ ബീഫ് എടുക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ആ ബീഫിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പും കുരുമുളകിൻ്റെ കുറവുണ്ടെങ്കിൽ കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒന്ന് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. കപ്പയിലും ഉപ്പിട്ടിട്ടുണ്ട്, ബീഫിലും ഉപ്പിട്ടിട്ടുള്ളതാണ് മുന്നേ. അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റെല്ലാം അടച്ചു വെച്ച് മസാല എല്ലാം ഒന്ന് പിടിക്കണ പരുവത്തിലായി കിട്ടണം. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. മസാല എല്ലാം നല്ലപോലെ ബീഫിൽ പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കപ്പ എല്ലാം ഇട്ട് കൊടുക്കാം. കപ്പ ഈ ഒരു പരുവത്തിനാണ് ഞാൻ ഉടച്ചെടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ കുറച്ച് കഷ്ണങ്ങളും ഉണ്ട്, പിന്നെ കുറച്ച് നല്ലപോലെ ഉടച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച ഉള്ളി
പച്ചമുളക് നല്ല പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. മുളക് എരിവുള്ളതാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടഞ്ഞിരിക്കണം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മേൽഭാഗത്ത്. ഇനി അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. കപ്പ ബിരിയാണിക്ക് എപ്പോഴും നല്ല കപ്പ നോക്കി തിരഞ്ഞെടുക്കണം. നല്ല കപ്പയാണെങ്കിൽ മാത്രമേ കപ്പ ബിരിയാണി റെഡിയായി കിട്ടുള്ളൂ, ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാൻ. ഇങ്ങനെ കല്ലിച്ച് കിടക്കണ കപ്പയാണെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കപ്പ ബിരിയാണി കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം.